മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അൻസാരി സുഹരി പേടിച്ച് വിറച്ച് രാഹുൽ ഈശ്വറിനെ ഇറക്കിയിട്ടുണ്ട്. തന്റെ നേരെ വരുന്ന ജിഹാദി പേരൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വറിനെ രംഗത്തിറങ്ങി രാഹുൽ ഈശ്വറിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും രാഹുൽ ഈശ്വർ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചെറിയൊരു ഭാഗമാണ്, അത് കേട്ടാൽ തന്നെ അറിയാം ബാക്കി എന്തൊക്കെ പറയുമെന്നുള്ളത്. ഉസ്താദ് അൻസാരി സുഹരിക്കെതിരെ ശ്രീ പ്രതീഷ് വിശ്വനാഥ് പോലീസിൽ പരാതി നൽകി. വളരെ കൗതുകമുള്ള ഒരു വാർത്തയാണ് ഇത്. ഉസ്താദ് അൻസാരി സുഹരി ആധുനിക കാലത്തെ ഏറ്റവും മീഡിയ ഇൻഫ്ലുവൻസറാണ്. എല്ലാ മതങ്ങളിലും മാത്രമല്ല, നമ്മുടെ കേരളത്തിലുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളിൽ ആത്മീയ വൃത്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആത്മീയ നേതാവായി നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സരസമായി ചിരിപ്പിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ട് ഗൗരവമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഉസ്താദ് അൻസാരി സുഹരി. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ക്രിസോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇത് അൻസാരിയെ ഇപ്പൊ ജിഹാദി എന്നുള്ളത് പ്രതീഷ് വിശ്വനാഥ് പച്ചക്കങ്ങ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അൻസാരി ഒരു ഒന്നാന്തരം ജിഹാദിയാണ് എന്നുള്ളത്. അതൊന്ന് മറികടക്കാനും ജിഹാദി അല്ല എന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വറിനെ ഏൽപ്പിച്ച. ഏതായാലും രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു, നിങ്ങളുടെ സംസാരിക്കുന്നതിനെ എല്ലാത്തിനെയും മാനിക്കുന്നു. അപ്പൊ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ അൻസാരിയെ വെളുപ്പിക്കുക? നിങ്ങൾ എന്താ പറയുന്നത്? എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും സ്വീകരിക്കുന്ന വ്യക്തിയെന്നോ? എല്ലാ മതങ്ങളും പോയിട്ട് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസൽമാന് പോലും ഈ അൻസാരിയെ അനുകൂലിക്കാൻ സാധിക്കില്ല. വെറുതെ പറയല്ല, ഞാൻ കുറച്ച് തെളിവുകൾ നിരത്താം. തീവ്രവാദിയായിട്ടുള്ള അബ്ദുൽ നാസർ മഹ്ദിനെ പോലും എത്രത്തോളം വെളുപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഈ അൻസാരി എന്നുള്ളതൊക്കെ തന്നെ മുന്നോട്ട് വെക്കാം. മറ്റൊരു കാര്യം രാഹുൽ ഈശ്വറിനോട് ചോദിക്കാനുണ്ട്. അതായത് നിങ്ങൾ ഈ രാജ്യത്തെ നിയമത്തെയൊക്കെ അനുകൂലിക്കുന്നു, അംഗീകരിക്കുന്നു ഒക്കെയുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈ അൻസാരി സരസമായ രീതിയിൽ തമാശ രൂപേണയൊക്കെയാണ് ഗൗരവത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ കേൾക്കണോ, ഈ അൻസാരി ഉണ്ടല്ലോ വ്യക്തിപരമായിട്ട് എനിക്കെതിരെ പോലും വീഡിയോ ചെയ്തിട്ടുണ്ട്, ബോഡി ഷെയിം ചെയ്തുകൊണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വർ സംസാരിച്ചു, നമ്മൾ അതിന് മറുപടി പറയാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രാഹുൽ ഈശ്വറിനെ വ്യക്തിപരമായിട്ട് പറയല്ല, നമ്മൾ ആ പറഞ്ഞതിനാണ് മറുപടി കൊടുക്കുന്നത്. എന്നാൽ ഈ അൻസാരി ഉണ്ടല്ലോ, നിങ്ങൾ വെളുപ്പിക്കുന്ന അൻസാരി ഉണ്ടല്ലോ, വ്യക്തിപരമായിട്ടാണ് അധിക്ഷേപിക്കുക. ഇയാൾക്ക് എന്ത് മാന്യത, ഇയാൾക്ക് എന്ത് നിലവാരം, ഇയാൾക്ക് എന്ത് വിവേകം, ഇയാളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇയാൾ ഒരു പോസ്റ്റ് മുക്കി ഓടി. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് പ്രതീഷ് വിശ്വനാഥിനെതിരെ ഒരു പോസ്റ്റ് ചെയ്ത്, ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മുസ്ലിം പെണ്ണുടലുകൾക്കായി പ്രതീഷ് ഏട്ടൻ വരുന്നു, കട്ട വെയിറ്റിംഗ്. എന്നിട്ട് തോന്നിയതുപോലെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു. ഇതിനെതിരെ പ്രതീഷ് വിശ്വനാഥൻ രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ പേരിൽ ഇറക്കിയ വ്യാജ പോസ്റ്റുകൾ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദിയായ അൻസാരി എന്ന ജിഹാദിക്കെതിരെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ആയുധവും ആശയവും പരാജയപ്പെടുമ്പോൾ പിതൃശൂന്യത കാണിക്കുന്ന ജിഹാദികൾക്ക് എതിരെയുള്ള നിയമ നടപടികൾ തുടരും. പച്ചക്ക് ജിഹാദിയാണ് അൻസാരി എന്ന് പറഞ്ഞത്. ഇവനൊക്കെ നന്നായിട്ട് കൊണ്ടു. ഇവൻ പോസ്റ്റ് ചെയ്തത് ഇവൻ മുക്കി, പോസ്റ്റ് ഡിലീറ്റ് ചെയ്തോടി. പ്രതീഷ് വിശ്വനാഥിനെതിരെ പറഞ്ഞ പച്ചക്കള്ളം സകലതും ഡിലീറ്റ് ചെയ്ത് ഓടി. ഈ വീഡിയോ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തത് ഡിലീറ്റ് ചെയ്ത് ഓടിയതാ. അപ്പോ ഇതൊക്കെ രാഹുൽ ഈശ്വറിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് തിരിച്ചറിയുന്നത്, ആ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ട സമയത്ത്. എന്നാലും ഈ രാഹുൽ ഈശ്വർ ഇറക്കിയ വീഡിയോയിൽ മുഴുവൻ നീളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ മതേതരമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്, ഭയങ്കര സംഭാവന. ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം. മദനിയിലേക്ക് പോകുന്നതിന് മുമ്പേ ആയിട്ട് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇയാള് ഈ അടുത്ത് പോസ്റ്റ് ചെയ്തത് ഞാനൊന്ന് വായിച്ചു. കഴിഞ്ഞ വർഷം ഓരോരോ വർഷത്തിലുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കും. ഒന്നൊന്നല്ല, വേറെയുമുണ്ട്. ഞാൻ ഏതായാലും ഒന്നേ വായിക്കുന്നുള്ളൂ. അടിവേരിൽ നിന്നും ജ്വാലയായി ഉയരും ബാബരി. ഇത് ഈ അൻസാരി സുഹരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന പോസ്റ്റാണ്. സഹോദരങ്ങളെ, നിങ്ങൾ മറന്നു തുടങ്ങിയോ ബാബരി? ആരുടെയും ഓർമ്മക്കുറിപ്പുകൾ കണ്ടില്ല? അതോ എഴുതിയാൽ മതേതരത്വ സർട്ടിഫിക്കറ്റ് നഷ്ടമാകുമോ? അതോ മിഹ്റാബിൽ കയറിയ ഫാദറും ശാന്തിക്കാരനും ഇനി ക്ഷണം സ്വീകരിക്കില്ലെന്നോ? എന്നാലേ ഇന്ന് പല സ്ഥലങ്ങളിലും ലഡു വിതരണമുണ്ട്.
നിങ്ങൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സംഘപരിവാർ ധ്വംസകർ ഇത് ഓർക്കുന്നുണ്ട്. നിങ്ങൾ പള്ളിയെയും ഉമ്മത്തിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ഇവ രണ്ടിനെ കുറിച്ചും സംഘപരിവാർ ചർച്ച ചെയ്യുന്നുണ്ട്. ബാബരി നാം മറക്കരുത്. രാഹുൽ ഈശ്വർ ഇതൊക്കെ കാണാറുണ്ടോ? ബാബരി മസ്ജിദിനെതിരെ, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഈ അൻസാരി ചെയ്തിട്ടുള്ള പോസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതൊരു മതവിശ്വാസവും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ നെഞ്ചോട് ചേർക്കണം, സ്വന്തം രാജ്യത്തെ നെഞ്ചോട് ചേർക്കണം. ആദ്യം രാജ്യത്തെ തന്നെ ഉയർത്തിപ്പിടിക്കണം. ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതി സുപ്രീം കോടതി, അതിന് മുകളിലോട്ട് ഈ രാജ്യത്ത് ഒരു കോടതിയില്ല. പരമോന്നത കോടതി വിധി പറഞ്ഞൊരു വിഷയത്തില് ഇവരൊക്കെ ഇങ്ങനെ രംഗത്തെത്തിയിട്ട് ബാബരി മസ്ജിദ് മറക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്താ? രാഹുൽ ഈശ്വർ, എന്താണ് അൻസാരിയുടെ ലക്ഷ്യം? നമ്മുടെ രാജ്യത്ത് വിധി തീർത്തിട്ടുള്ള, വിധി കൽപ്പിച്ച്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഒരു പ്രശ്നമുണ്ടായി, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ആ പ്രശ്നത്തിന് ശേഷം വർഷങ്ങളോളം നമ്മുടെ പരമോന്നത കോടതിയിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പരമോന്നത കോടതി ഒരു വിധി പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ പരമോന്നത കോടതി അന്തസ്സോട് കൂടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാര്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ആളുകൾക്ക് പള്ളി ഉണ്ടാക്കാനായിട്ടൊരു സ്ഥലം അനുവദിച്ച് അങ്ങനെ ഈ പ്രശ്നം തീർത്തതാണ്. ഈ പ്രശ്നം തീർത്തതിൽ വീണ്ടും 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 വന്നിട്ട് ഇവരൊക്കെ ഇവിടെ വന്നിട്ട് എന്താ വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പ് തന്നെയല്ലേ? ഇവനെയൊക്കെയാണ് രാഹുൽ ഈശ്വർ നിങ്ങൾ പിന്തുണക്കുന്നത്. നമ്മുടെ പരമോന്നത കോടതി ഒരു വിധി പറഞ്ഞ വിഷയത്തിൽ പോലും വീണ്ടും കുത്തിത്തിരിപ്പ്. രാഹുൽ ഈശ്വർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന ബാബരി മസ്ജിദ് എന്നും ചർച്ച ചെയ്തിട്ട് എന്താണ് ഇവിടെ നാട്ടിൽ റിസൾട്ട് ഉണ്ടാവുക? ഇനി മറ്റൊന്ന്, ഞാൻ ചെറിയൊരു ഭാഗം കൊടുക്കാം. മറ്റൊന്നാണ് ഈ അബ്ദുൽ നാസർ മഅ്ദനിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഇവന്റെ ഒരു പോസ്റ്റ് ഞാനൊന്ന് കേൾപ്പിച്ചു. ചെറിയൊരു ഭാഗം. ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് അടക്കമുള്ള ആളുകൾ രോഗാതുരായ റബ്ബേ ഐസിയിലാണ്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾ കേട്ടോ രാഹുൽ ഈശ്വർ? അബ്ദുൽ നാസർ മഅ്ദനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ രാജ്യത്ത് ഇനി ഈ വിളിച്ചു പറയുന്ന വ്യക്തിയുടെ മതത്തിൽ തന്നെ മുസ്ലിമായിട്ടുള്ള തന്നെ എത്ര സാധാരണക്കാരുണ്ട്, എത്ര പാവപ്പെട്ട ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൂടെ? എന്തിനാണ് ഒരു തീവ്രവാദിക്ക് വേണ്ടി ഇവരൊക്കെ പരസ്യമായിട്ട് അബ്ദുൽ നാസർ മഅ്ദനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ ഈ അൻസാരി സുഹരി എന്ന് പറയുന്നത്? ഈ അൻസാരി സുഹരിയാണോ വെളുപ്പിക്കാൻ രംഗത്തെത്തിയത്? പ്രതീഷ് വിശ്വനാഥൊക്കെ വിളിച്ച നല്ല 1-ാം നമ്പർ ജിഹാദി തന്നെയാ ഈ അൻസാരി. വെറുതെ അല്ല പ്രതീഷ് വിശ്വനാഥ് ഒന്നു ഈ അൻസാരി സുഹരിയെ ജിഹാദി എന്ന് വിളിച്ചത്. ആരെങ്കിലും പറയും 1-ാം തരം ജിഹാദി അല്ലേ, നല്ല 1-ാം തരം തീവ്രവാദി തന്നെയല്ലേ അബ്ദുൽ നാസർ മഅ്ദനി? ഈ അബ്ദുൽ നാസർ മഅ്ദനി അല്ലേ ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രസംഗിച്ച്, നമ്മുടെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത്? തലവെട്ടിയാൽ പോരാ, അതായത് കൈവെട്ടിയാൽ പോരാ, തല ഫുട്ബോൾ പോലെ ഉരുളണമെന്ന്. റഹ്മാൻ കോളേജിലെ പ്രൊഫസറുടെ കൈവെട്ടിയാലല്ല തല ഫുട്ബോൾ പോലെ ഉരുളണമെന്ന് പ്രസംഗിച്ചവന്റെ പേര് അബ്ദുൽ നാസർ മഅ്ദനി. ആ അബ്ദുൽ നാസർ മഅ്ദനിക്ക് വേണ്ടി പരസ്യമായിട്ട് പൊതു പ്രോഗ്രാമിൽ വെച്ച് പ്രാർത്ഥന നടത്തുന്നവൻ ജിഹാദി അല്ലാതെ മറ്റാരാ? പ്രാർത്ഥന മാത്രാണോ? അബ്ദുൽ നാസർ മഅ്ദനി ഉയർത്തിപ്പിടിച്ച അതേ ആശയം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഏത് തരത്തിലുള്ള ആശയം? ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമായിട്ട് ഈ അൻസാരി സുഹരി രംഗത്തെത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം അവിടെ കൊടുക്കുന്നത്, അതായത് ജോസഫ് മാഷിന്റെ പുസ്തകമൊക്കെ എടുത്തിട്ട് മുമ്പിൽ വെച്ചിട്ട് ആ ചിരിച്ച് പരിഹസിക്കുകയാണ്. രാഹുൽ ഈശ്വറിന് ഇതൊന്നും മനസ്സിലാവാനിട്ടാണോ? രാഹുൽ ഈശ്വർ ഇതിനൊക്കെ മറുപടി പറയണോ? ഇത് മാത്രമൊന്നല്ല, ജോസഫ് മാഷിനെ പലതരത്തില് ജോസഫ് മാഷെ പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആ കൈവെട്ടിയവരെ പച്ചക്ക് അനുകൂലിക്കുന്നതിന് സമമല്ലേ? ഇതൊക്കെ രാഹുൽ ഈശ്വർ ഒന്ന് കാണണോ? എന്നിട്ട് പറയാൻ സാധിക്കോ സകല മതസ്ഥരും ഈ അൻസാരി സുഹരിയൊക്കെ അനുകൂലിക്കുന്നതെന്ന്? ഞാൻ എടുത്തു പറയാ, രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും ഈ അൻസാരി സുഹരിയെ ചേർത്ത് പിടിക്കാൻ സാധിക്കൂല. പിന്നെയല്ലേ മറ്റു മതസ്ഥരുടെയൊക്കെ കാര്യങ്ങള്? സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണോ? എന്തിനാണ് രാഹുൽ ഈശ്വർ ഇയാളെയൊക്കെ പിടിച്ച് വെളുപ്പിക്കാൻ നടക്കുന്നത്? ഡൽഹി ഭീകരാക്രമണത്തെ ന്യായീകരിച്ച് അൻസാരി പറഞ്ഞത് രാഹുൽ ഈശ്വർ കേട്ടിട്ടുണ്ടോ? എന്താ വിളിച്ചു പറഞ്ഞത്?
ഒരു സാഹചര്യം, നല്ല നിലക്കുള്ള ഒരു സാഹചര്യവും ഈ രാജ്യത്തുണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻസുകൾ ഉണ്ടാവും. അണപൊട്ടിയാൽ അണലിയും കടിക്കുമെന്നാണ് ഡൽഹി ഭീകരാക്രമണത്തെ കുറിച്ച് ഈ പറയുന്ന അൻസാരി തന്റെ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് രാഹുൽ ഈശ്വർ കണ്ടിട്ടില്ലേ? ഇതൊക്കെ കണ്ടാൽ രാഹുൽ ഈശ്വറിന്, എനിക്ക് തീർച്ചയാണ് രാഹുൽ ഈശ്വറിന് ഒരിക്കലും വെളുപ്പിക്കാൻ സാധിക്കൂല. എങ്ങനെയാ ഈ രാജ്യത്തെ നിയമം അനുകൂലിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ പറയുന്ന അൻസാരിയെ അനുകൂലിക്കാൻ സാധിക്കൂല? ഞാൻ വെല്ലുവിളിക്കുക, രാഹുൽ ഈശ്വറിന് ഇതിന് മറുപടി പറയാനുണ്ടോ? ഇവൻ തമാശ പറയുന്നത്, ഇവൻ സരസമായിട്ട് പറയുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് തന്നെ അങ്ങേയറ്റത്തെ തെറ്റാണ്. ഇവൻ വ്യക്തിപരമായിട്ട് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലക്ക് എനിക്കെതിരെ ഉൾപ്പെടെ വ്യക്തിപരമായ അധിക്ഷേപം നടത്താറുണ്ട്. മാത്രമല്ല ഇവൻ കൃത്യമായിട്ട് ജിഹാദിസം ഒളിച്ചു കടത്താറുണ്ട്. ഇവൻ പലസ്തീൻ, സകല ബോധമുള്ള മലയാളികൾ തിരിച്ചറിയണം, പലസ്തീനിലെ ഭാഷ പോലും ഇവിടെ എടുത്തുകൊണ്ട് വലിയ പ്രകടനങ്ങൾ നമ്മുടെ തെരുവോരങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഇവൻ. അതൊന്നും എടുത്തുകൂടെ കൊടുക്കാൻ പറ്റൂല. അത്രത്തോളം പ്രകടനം വിളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാ രാഹുൽ ഈശ്വർ. എന്താ കരുതുന്നത് ഇവിടെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒരു ഭാഗത്തും പലസ്തീനെ പിന്തുണയ്ക്കുന്ന ആളുകൾ മറുഭാഗത്തും നിന്ന് നമ്മുടെ തെരുവിൽ വലിയ പ്രശ്നം ഉണ്ടാക്കണമെന്നാണോ രാഹുൽ ഈശ്വർ അനുകൂലിക്കുന്നുണ്ട്? അത്തരത്തിലൊരു വിഷയത്തെ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ നാട്ടില് പ്രശ്നം ഉണ്ടാക്കണോ? മതത്തിന്റെ പേരിലല്ലേ ഈ പറയുന്ന അൻസാരിയൊക്കെ ഇവിടെ രംഗത്തെത്തിയിട്ട് പലസ്തീന് വേണ്ടി പോലും നമ്മുടെ തെരുവോരങ്ങളിൽ പ്രകടനം നടത്തിയത്? ഇതൊക്കെ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. വെളുപ്പിക്കുന്ന രാഹുൽ ഈശ്വർ ഇതിന് മറുപടി പറയണോ? മനുഷ്യത്വമാണെങ്കിൽ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ അൻസാരിക്ക് തെരുവിലിറങ്ങിയിട്ട് പ്രകടനം വിളിച്ചിട്ടുണ്ടോ? അപ്പോ രാഹുൽ ഈശ്വർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഒരാളെ വെളുപ്പിച്ചോളൂ, പക്ഷെ അത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാവരുത്. ഒന്ന് പ്രതീഷ് വിശ്വനാഥ് പറഞ്ഞത് തന്നെയാണ് 1000 തവണ ശരി. നല്ല 1-ാം നമ്പർ ജിഹാദി തന്നെയാണ് അൻസാരി. അബ്ദുൽ നാസർ മഅ്ദനി എന്ന തീവ്രവാദിയെ പിന്തുണക്കുന്നവൻ, ബാബരി മസ്ജിദ് വിഷയം വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നവൻ, ഇവരൊക്കെ എന്ത് മതേതരത്വം, എന്ത് സമാധാനമാണ് നമ്മുടെ നാട്ടിലുണ്ടാക്കുക? ഇതൊക്കെ രാഹുൽ ഈശ്വറിന് മറുപടി പറയാൻ തന്റെ ഇടമുണ്ടോ?